നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ടിക്കറ്റ് പരിശോധനകൾ പൂർത്തിയാക്കിയ 100-ലേറെ യാത്രക്കാരെ കയറ്റാതെ കുവൈറ്റ് എയർലൈൻസ് വിമാനം പറന്നു. ഇത് യാത്രക്കാരുടെ പ്രതിഷേധത്തിനിടയാക്കി. യാത്രക്കാരെ പെരുവഴിയിലാക്കി വിമാനം പറന്നുയർന്നത് വിശ്വസിക്കാൻ സാധിക്കാതെ നിൽക്കുകയായിരുന്നു യാത്രക്കാർ. ഇന്ന് പുലർച്ചെ 2:30-ഓടെയാണ് സംഭവം നടന്നത്. ആരോഗ്യ പ്രവർത്തകരെ മാത്രം മടക്കിക്കൊണ്ടുവന്നാൽ മതിയെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് യാത്രക്കാരെ കയറ്റാതെ വിമാനം മടങ്ങിയതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എങ്കിലും കുവൈറ്റിൽ ഏർപ്പെടുത്താൻ പോകുന്ന പുതിയ തൊഴിൽ നയത്തിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്നാണ് ആരോപണം. കുവൈറ്റിൽ നിന്ന് ഇന്ന് പുലർച്ചെ 2 മണിയോടെ യാത്രക്കാരുമായി എത്തിയ വിമാനമാണ് യാത്രക്കാരെ കയറ്റാതെ മടങ്ങിയത്. അതേസമയം സ്വകാര്യ ആരോഗ്യ ജീവനക്കാർക്കും കുവൈറ്റിലേക്ക് നേരിട്ട് വരാൻ അനുമതി നൽകിയിരിക്കുകയാണ് അധികൃതർ. ഇന്ത്യ ഉൾപ്പെടെ വിലക്കുള്ള 34 രാജ്യങ്ങളിൽ നിന്ന് നേരിട്ടോ ട്രാൻസിറ്റ് വഴിയോ ഇവർക്ക് കുവൈറ്റിലേക്ക് വരാൻ സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെ കൊണ്ടുവരാവുന്നവരുടെ പട്ടിക വ്യോമയാന വകുപ്പ് വിമാന കമ്പനികൾക്ക് നൽകി കഴിഞ്ഞു. അവധിക്ക് നാട്ടിൽ പോയി തിരിച്ചു വരാൻ കഴിയാതിരുന്നവരും കൊറോണ വ്യാപനം മൂലം നാട്ടിൽ എത്തിച്ചേർന്നവരും നിരവധി സ്വകാര്യ ആശുപത്രി ജീവനക്കാരുമുണ്ട്. ഇതുമൂലം ആശുപത്രികളിൽ ജീവനക്കാരുടെ ക്ഷാമവും നിലവിലുള്ളവർക്ക് അവധിയെടുക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായി. ഇത് കടുത്ത മാനസിക സംഘർഷങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇതിനോടകം തന്നെ നിരവധി പേർ UAE ഉൾപ്പെടെയുള്ള വിലക്കില്ലാത്ത രാജ്യങ്ങളിൽ 2 ആഴ്ച താമസിച്ച് തിരികെ എത്തിയിട്ടുമുണ്ട്. ഭാഗികമായി നിയന്ത്രണങ്ങൾ നീക്കുന്നതിന്റെ സൂചനയാണ് ഇതിൽ നിന്നും കാണുവാൻ സാധിക്കുന്നത്. ഈ വാർത്ത ഏറെ ആശ്വാസം പകർന്നതാണെങ്കിലും ഏറെ പ്രതീക്ഷയോടെയാണ് മറ്റുള്ള പ്രവാസികൾ ഇതിനെ നോക്കിക്കാണുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.